കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നുമായി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ ഒരാൾ കൂടി പിടിയിൽ. സുവിശേഷ പ്രവർത്തക കോട്ടയം പാമ്പാടി പുത്തൻപറമ്പിൽ ഹൗസിൽ 62 വയസ്സുള്ള ജോളി വർഗീസിനെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ 3 പേരുടെ പരാതിയിലാണ് പോലീസ് ജോളി വർഗീസിനെ പിടികൂടിയത്. കേസിൽ പായിപ്പാട് സ്വദേശിയും പാസ്റ്ററുമായ തോമസ് രാജനെ കഴിഞ്ഞ മാസം പിടികൂടിയിരുന്നു. 2022 മണ്ണൂരിൽ പെന്തക്കോസ്ത് സുവിശേഷകയായി പ്രവർത്തിച്ചു വരുന്ന സമയം മണ്ണൂർ സ്വദേശികളായ 3 പേരിൽ നിന്നുമായി UK-യിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 28 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. തോമസ് രാജൻ, ജോളി വർഗീസ് എന്നിവരെ കൂടാതെ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് എന്ന സ്ഥാപനത്തിന്റെ മറവിലാണ് 4 സംഘം തട്ടിപ്പ് നടത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത അഞ്ചൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തി വന്നത്. സുവിശേഷ പ്രവർത്തകർ എന്ന രീതിയിൽ വിശ്വാസം നേടിയെടുത്ത് 2 മുതൽ 3 ലക്ഷം രൂപ വരെ ശമ്പളം നൽകുമെന്ന് തെറ്റിദ്ധരിപ്പിച്ച കേരളത്തിലുടനീളം ഇവർ കോടികളുടെ തട്ടിപ്പ് നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അഞ്ചൽ കൂടാതെ കോതമംഗലം, മുണ്ടക്കയം, നെടുങ്കണ്ടം, മരുതമംഗലം തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും പ്രതികൾക്കെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട്. ഒളിവിലുള്ള മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ജോളി വർഗീസിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരളത്തിലെ യുവതി വിഭാഗം അഞ്ചൽ SHO ഹരീഷ്, SI പ്രജീഷ് കുമാർ, ഗ്രേഡ് SI മധു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ, വിഷ്ണു, വനിതാ സിവിൽ പോലീസ് ഓഫീസർ നവീന S പ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന സിലോൺ പെന്തക്കോസ്ത് സഭയിലെ സുവിശേഷ പ്രവർത്തകയാണ് ജോളി വർഗീസ്. നാട്ടുവാർത്ത, അഞ്ചൽ.